എൻ്റെ പേര് ശോഭന. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള്. എനിക്കുണ്ടായ അനുഭവ സാക്ഷി പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് 27 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. 10 വർഷം കൊണ്ട് എന്നോട് പഞ്ചായത്തുകാരും ബ്ലോക്കുകാരും പറയും നീയൊക്കെ വസ്തു തരാം പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പഞ്ചായത്തുകാർ പറയും ബ്ലോക്കിൽ ചെല്ലാൻ, ബ്ലോക്കുകാർ പറയും പഞ്ചായത്തിൽ ചെല്ലാൻ. എനിക്ക് അങ്ങനെ കടയിൽ നിന്നൊരു പത്രം കിട്ടി. ഞാൻ 2024 ജൂൺ 7-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിന് ജൂൺ 8-ാം തീയതി എന്നെ ബ്ലോക്കിൽ നിന്ന് വിളിച്ചു, എനിക്ക് വസ്തു ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ജൂലൈ 22-ാം തീയതി എനിക്ക് പ്രമാണം എഴുതി കിട്ടി. അങ്ങനെ ഞാൻ അവരോട് വീതി കുറവായതുകൊണ്ട്, നീളമായിരുന്നു വസ്തുവിന്, ഞാൻ വീതി കുറവായതുകൊണ്ട് 2 സെൻറ്റും കൂടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 5 സെൻറ്റായിട്ട് വാങ്ങിച്ചോ, 2 സെൻറ്റായിട്ട് തരികയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു. അവർ 2 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ശോഭനെ 2 സെൻറ്റും കൂടെ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ആ 2 സെൻറ്റും കൂടെ എനിക്ക് തന്നു. പിന്നെ അതിൽ കിണർ വെട്ടണമായിരുന്നു. കിണർ വെട്ടാൻ നേരം ഭയങ്കര പാറയായിരുന്നു. അതിലുള്ള വീട്ടുകാരോട് മൊത്തം കറണ്ട് ചോദിച്ചണക്കെ അയലത്തൊട്ടോ വീട്ടുകാരും കറണ്ട് തന്നില്ല. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഉച്ചയായപ്പോൾ കിണർ വീട്ടുകാർ പറയുന്നു കറണ്ട് വേണ്ട, പൊറ്റ പോലെ പാറ ഇളകി വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയ്ക്കകം വെള്ളം കണ്ടു. അതിൽ എനിക്ക് വീടും കിട്ടി. ഞാൻ വീട് പണി കഴിഞ്ഞു. മെയ് 10-ാം തീയതി എൻ്റെ പാലുകാച്ചാണ്. എൻ്റെ പേര് കാർത്തിക എന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു, ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നതിന്. അതുപോലെ തന്നെ മെയ് 10-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചാണ്. അതിന് മാതാവ് തന്ന വീടായതുകൊണ്ട് തന്നെ കൃപാലയം എന്ന വീട്ടുപേരിട്ടേക്കുന്നത്. കാരുണ്യപ്രവർത്തി ചെയ്തതെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഗവൺമെൻറ് ആശുപത്രിയിലും കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിലും ഞങ്ങൾ പോകുമായിരുന്നു. ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഫുഡ്, പൊതിച്ചോറ്, പത്രവും അവിടെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു അഗതി മന്ദിരമുണ്ട്, അവിടെയും ഫുഡ് ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ സഹായിക്കും. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങൾ ഡെയിലി കേൾക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ബൈബിള് ഞങ്ങളെ അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ബൈബിളും വായിക്കുന്നുണ്ട്. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വചനമാണ്. നമ്മൾ പലപ്പോഴും ശാരീരികമായും മാനസികമായും ആത്മീയമായും ക്ഷീണിതരാണ്. ചിലപ്പോൾ പ്രാർത്ഥനയിൽ തളരാം. ദൈവം എന്തേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊരു പക്ഷേ ചിന്തിക്കാം. ജീവിത പ്രശ്നങ്ങളിലും അടുത്തു പോകാം. എന്നാൽ ദൈവം പറയുന്നത് നിൻ്റെ ക്ഷീണം ഞാൻ മാറ്റും, നിൻ്റെ ശൂന്യത ഞാൻ നീക്കുമെന്നാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. ക്ഷീണിതരെ ശക്തിപ്പെടുത്താൻ ദൈവമാണ് ഈ ആലയത്തിലുള്ളത്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. മരിയൻ ഉടമ്പടി ഒരാത്മീയ സമർപ്പണമാണ്. നമ്മുടെ ക്ഷീണവും ദുഃഖവും നമ്മുടെ കടബാധ്യതയും ഭവനമില്ലായ്മയും എല്ലാം ശൂന്യതകളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന സമർപ്പിക്കുന്ന ഒരു ആലയമാണ് കൃപാസനം ആലയം. പരിശുദ്ധ അമ്മ വഴി ദൈവകൃപയാണ് നമ്മിലേക്ക് വരുന്നത്. ഓരോ ഉടമ്പടിയിൽ മക്കളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കാരുണ്യവും അനുഭവിച്ച സാക്ഷ്യങ്ങളാണ് ഇവിടെ ഓരോ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ക്ഷീണത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ശക്തിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവത്തിന് നമുക്ക് കഴിയാത്തത്, നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നീ നിറയ്ക്കണമേ എന്ന്, എൻ്റെ ശൂന്യത നീ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കുന്നത്. ഈ മകൾ ശോഭനയും അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് അവരുടെ പ്രാർത്ഥന കേട്ടത്. ശോഭന ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ 27 വർഷത്തോളം വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഒരു സ്ഥലമില്ല, ഒരു ഭവനമില്ല. ബ്ലോക്കിലും പഞ്ചായത്തിലും പല പ്രാവശ്യം പോയെങ്കിലും ബ്ലോക്കിൽ ചെല്ലുമ്പോൾ പഞ്ചായത്തിൽ പോകാനും പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ബ്ലോക്കിൽ പോകാനും പറയുമായിരുന്നു. അങ്ങനെ 27 വർഷത്തോളം കടന്നു പോയപ്പോൾ ശേഷമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 7-ാം തീയതി ജൂൺ ഉടമ്പടി എടുത്തു. 8-ാം തീയതി ജൂൺ ബ്ലോക്കിൽ നിന്ന് ഫോൺ വിളിച്ചു, പറഞ്ഞു സ്ഥലം റെഡിയാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം. ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ശോഭനയുടെ ജീവിതത്തിലും ഈശോയും അമ്മയും പെട്ടെന്ന് അനുഗ്രഹിക്കുകയായിരുന്നു. 7-ാം തീയതി ഉടമ്പടി എടുക്കുക. 8-ാം തീയതി ഈ മകൾ ഇത്രയും വർഷക്കാലം നടക്കാത്ത കാര്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം അമ്മയുടെ അടുക്കിൽ വന്ന് കൃപാസനം ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമാണ്
ഈ മകൾക്ക് 27 വർഷം സാധിക്കാത്ത കാര്യം നടന്നു കിട്ടിയത്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു കൃപയായിട്ടാണ് ശോഭന എന്ന ക്രൈസ്തവ സഹോദരിയെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. സ്ഥലം വാങ്ങിയതിന് ശേഷം നീളമുള്ള ഒരു സ്ഥലമായിരുന്നു, വീതിയില്ലായിരുന്നു. ഒരു ആഗ്രഹമുണ്ടായിരുന്നു, 2 സെൻറ്റ് സ്ഥലം കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു വീടുണ്ടാക്കാം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് സാധ്യമല്ല എന്ന് ഓണർ പറഞ്ഞു. പിന്നീട് അവിടെ വെച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും ആ ഓണർ തന്നെ മറ്റാൾക്ക് 16 സെൻറ്റ് സ്ഥലം വിറ്റ് 2 സെൻറ്റ് സ്ഥലം ഇവർക്ക് വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ആ 2 സെൻറ്റ് സ്ഥലവും ഉടമ്പടി വസ്തുക്കളിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് തന്നെ വാങ്ങുവാൻ സാധിക്കുകയും ഇന്ന് ഒരു നല്ലൊരു ഭവനം നൽകി ദൈവം അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതും പഞ്ചായത്ത് തന്നെയാണ് ഒരു ഭവനം നൽകി. കിട്ടാതിരുന്ന ആ പഞ്ചായത്തും ബ്ലോക്കും തന്നെയാണ് ഈ മകൾക്ക് ഇന്ന് എല്ലാം നൽകി സഹായിച്ചത്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഒരു സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുമാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മെയ് 10 ആ വീടിൻ്റെ കയർത്താമസം. ആ വീടിന് തന്നെ അവർ കൊടുത്ത പേര് തന്നെ കൃപാലയം എന്നാണ്. അതായത് കൃപയാൽ ലഭിച്ച ഒരു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വഴി അനുഗ്രഹം വഴി ലഭിച്ച ഭവനത്തിന് കൃപാലയം എന്ന ഭവനത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കിണർ വഴി കുത്തിയപ്പോഴും വെട്ടുകല്ലുണ്ടായിരുന്ന സ്ഥലത്ത് വീട്ടുകാർ തന്നെ കിണർ കുത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം, കാരണം അവിടെ കറണ്ടിട്ട് വേണം അവിടെ കിണർ ഡീപ്പാക്കാനായിട്ട്, ആഴത്തിൽ പോകുവാനായിട്ട്. പക്ഷെങ്കിൽ അവിടെയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, തേനും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇവർ നല്ല രീതിയിൽ കിണർ കുത്തുകയും ഇവർക്ക് വീട്ടിൽ ആവശ്യമുള്ള ജലം ലഭിക്കുകയും തന്ന് ദൈവം അനുഗ്രഹിച്ചത്. പരിശുദ്ധ അമ്മയും ഈശോയും ഇവരുടെ ജീവിതത്തിൽ കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ വീടും സ്ഥലവും എല്ലാം നൽകിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ